അടിപൊളി ക്ലാസ് ആയിരുന്നു. ഇവിടെ ക്ലാസ് പഠിച്ചതിന് ശേഷം ഇനിയും നല്ല ഡിഫൻസൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പായി. നല്ല കോൺഫിഡൻസ് വരും. ഇത് ഒരു ക്ലാസ്സേ ആയുള്ളൂ, മൊത്തം 6 ക്യാമ്പും കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലാസ് പൊളി. സോ വെൽക്കം ബാക്ക് ടു ദി ചാനൽ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ഥലം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, നമ്മളിപ്പോൾ തിരുവനന്തപുരം ക്യാമ്പിലാണ് ഇരിക്കുന്നത്. നമ്മൾ പുലർച്ചെ ഒരു 1 മണിക്ക് ട്രെയിൻ കയറി, എന്നിട്ടിപ്പോൾ ഏകദേശം ഒരു 5 മണിക്ക് എത്തി. കാലത്ത് എത്തുമ്പോൾ തന്നെ ഭയങ്കര തലവേദന. എന്താ ട്രെയിനിൽ ഉറങ്ങാൻ പറ്റിയില്ല. എന്താവോ ട്രെയിനിൽ വേറെ കാര്യം എന്തോ നടന്നു പറയുമ്പോൾ പ്രിന്റിങ് മിസ്റ്റേക്ക് ആയ കാരണം കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി. ഉറക്കം തീരെ കിട്ടണില്ല ട്രെയിനിൽ. എന്താവോ തണുപ്പൊക്കെ ഉണ്ട്, പക്ഷെ ഒരു ഉറക്കം എന്ന സംഭവം കിട്ടണില്ല. ഇവിടെ എത്തുമ്പോൾ തലവേദന വെച്ചിട്ട് ഉറങ്ങാനും നമ്മള് റെസ്റ്റ് ഒക്കെ ചെയ്തു. കാലത്ത് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇപ്പൊ നമ്മള് സിമ്പിളൊക്കെ വരച്ചിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ മുസ്ലിംസിന്റെ ക്രിസ്ത്യൻസിന്റെ നോമ്പ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ എക്സാം സീസൺ ആണ്, ആൾക്കാർ കുറവാണ്. എന്റെ റെഗുലർ ക്ലാസ്സിലെ ആൾക്കാർ പിള്ളേരാണല്ലോ, അപ്പൊ അവർക്ക് എക്സാംസ് ഉള്ള ഇപ്പൊ അത് നമുക്ക് പോകുമ്പോൾ ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽ ഞാൻ പോകുമ്പോൾ സംസാരിക്കാം. അപ്പൊ അങ്ങനെയാണ് കാര്യം വരുന്നത്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാണാം. സോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 4:20 ആയിട്ടുണ്ട്. നമുക്ക് 5:00 നമ്മുടെ ട്രെയിൻ. ഇതാണ് നമ്മുടെ ട്രെയിൻ. ഇതിലൊരു ഫിറ്റായ സംഭവം എന്താണെന്ന് പറയുമ്പോൾ, എനിക്ക് S1ഉം അങ്ങേർക്ക് ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഒരു വട്ടം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഞാൻ S1ഉം അങ്ങേര് S2ഉം വെച്ചിട്ട്, ഇത് S1 S6 ഒരു 5 കോച്ച് ഇടയിൽ എന്തിനാവും കിടക്കണേതാവോ. അപ്പൊ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇന്നൊരു 10-11 പേര് വന്നിട്ടുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞല്ലോ, ഇപ്പൊ എക്സാം സീസൺ ആണ്, March 10 ഇപ്പൊ എന്തായാലും സ്റ്റുഡൻസിനെ കഴിഞ്ഞു എന്നാണ് അറിഞ്ഞത്. അതുകൊണ്ടാണ് ഇന്നൊരു CBSE ഒരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു. സ്റ്റേർക്കൊക്കെ ഇപ്പോഴല്ലേ നടക്കണേ, അതുകൊണ്ട് ഇന്ന് കുറെ പേര് വന്നില്ല. പിന്നെ ഈദിന്റെയും എന്റെ എക്സാം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ 3 എക്സാം കഴിഞ്ഞു, ഇനി ഒരു എക്സാം കൂടിയിട്ടുണ്ട്. പിന്നെ 2 ലാബ് എക്സാം ആണുള്ളത്. മറ്റേ ബാച്ചിലേഴ്സിന്റെ ഫൈനൽ എക്സാം ആണ്. അപ്പോൾ ഇതോടെ നമ്മുടെ തിരുവനന്തപുരം വ്ളോഗ് അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളിനി ഈ മാസം നമ്മൾ കുറച്ച് ബാക്കിലേക്ക് പോയിട്ടുണ്ട്, പക്ഷെ നമ്മൾ അടുത്ത മാസം ഇതിപ്പോ വീണാനെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഓറ ബോക്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഞാൻ എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു പുതിയ വ്ളോഗുമായി കാണുന്നവരെ ടാറ്റ, ഗുഡ് ബൈ.